നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നു വാരഫലം. വാരഫലത്തിൽ നാം ചർച്ച ചെയ്യുന്നത് ഈ ആഴ്ച 1201 കുംഭമാസം 10-ാം തീയതി മുതൽ 16-ാം തീയതി വരെയുള്ള, അതായത് 2026 ഫെബ്രുവരി മാസം 22-ാം തീയതി മുതൽ 28-ാം തീയതി വരെയുള്ള ഒരു വാരക്കാലത്തെ ശുഭാശുഭ ഫലങ്ങൾ. നാം ചർച്ച ചെയ്യുന്ന ഈ വാരത്തിൽ ഗ്രഹസ്ഥിതി എൻ്റെ പ്രിയമുള്ള പ്രേക്ഷകർ ശ്രദ്ധിക്കുക. മേടൻ രാശിയിൽ ചന്ദ്രനാണ്. അശ്വതി നക്ഷത്രമാകുന്നു നാം ചർച്ച ചെയ്യുന്ന ദിനം. മേടൻ രാശിയിൽ ചന്ദ്രനാകുന്നു, മിഥുനത്തിൽ വ്യാഴം, ചിങ്ങൻ രാശിയിൽ കേതു, 10-ാം ഭാവത്തിൽ മകരത്തിൽ ഉച്ചസ്ഥനായ ചൊവ്വ, 11-ാം ഭാവത്തിൽ സൂര്യൻ, ശുക്രൻ, ബുധൻ, രാഹു, 12-ാം ഭാവത്തിൽ ശനി. ഇവിടെ ഓരോ രാശിക്കാരുടെയും ശുഭാശുഭ ഫലങ്ങളാണ് നാം ചർച്ച ചെയ്യുന്നത്. എൻ്റെ പ്രിയമുള്ള പ്രേക്ഷകർ, മേടം മുതൽ മീനൻ വരെയുള്ള 12 രാശിക്കാരുടെ ശുഭാശുഭ ഫലങ്ങൾ ശ്രദ്ധിക്കുക. കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 45 നാഴിക രോഹിണി, മകീര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 30 നാഴിക വരുന്ന രേഖാൽ നക്ഷത്ര സമൂഹം. ഇവിടെ ഇടവൻ രാശിയിൽ ഗ്രഹങ്ങളില്ല. 2-ൽ മിഥുനത്തിൽ വ്യാഴം, 4-ൽ ചിങ്ങത്തിൽ കേതു, 9-ാം ഭാവത്തിൽ ചൊവ്വ, 10-ാം ഭാവത്തിൽ സൂര്യൻ, ശുക്രൻ, ബുധൻ, രാഹു, 11-ാം ഭാവത്തിൽ ശനി, 12-ൽ ചന്ദ്രൻ. ഇങ്ങനെയാണ് ഗ്രഹസ്ഥിതി. ഇവിടെ ഇടവൻ രാശിക്കാർക്ക് കർമ്മവിഷയത്തിലേക്ക് വ്യാഴദൃഷ്ടിയുണ്ട്. ഇന്ന് കർമ്മസ്ഥാനത്തേക്ക് എല്ലാ ഗ്രഹങ്ങളുമുണ്ട്. സൂര്യനുണ്ട്, ശുക്രനുണ്ട്, ബുധനുണ്ട്. പലപ്പോഴും കർമ്മത്തിൽ അടുത്ത സഹായികളെ കൊണ്ട് ബുദ്ധിമുട്ടുകൾ വരും, ശത്രുക്കളുണ്ടാകാം. 12-ാം ഭാവത്തിൽ ചന്ദ്രനാണ്. സഹോദരങ്ങളായാലും അടുത്ത സഹായികളായാലും അവരെ കൊണ്ട് ബുദ്ധിമുട്ടുകൾ വരുന്ന ഭാരമാണിതെന്ന് പ്രത്യേകിച്ചറിയുക. ശശി ദ്വാദശേ ശത്രു നേത്രാദി ചിന്ത. 12-ൽ ചന്ദ്രൻ വന്നാൽ ശത്രുക്കളെയും നേത്രങ്ങളെയും ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്. വിചിന്യ സദാ തദ്വയെ മംഗലാനി പിതൃവ്യാധി മാത്രാദിന അന്തർവിഷാദ. തൻ്റെ അച്ഛനെയും അമ്മയും ആലോചിച്ച് മനസ്സിൽ വിഷാദമുണ്ടാകും. എന്നാൽ ചാപ്നോതി കാമം, പല കാര്യങ്ങളും ആഗ്രഹിച്ച രീതിയിൽ നടക്കില്ല. പ്രിയ അല്പപ്രിയത്വം, ഭാര്യയോട് ഇഷ്ടം കുറയും. അതിനാൽ പലപ്പോഴും വീട്ടിലുള്ള ഗാർഹികമായ അന്തരീക്ഷം ഒന്ന് ശ്രദ്ധിക്കണം. അതൊരുപക്ഷെ ഭാര്യയുമായും അല്ലെങ്കിൽ അച്ഛൻ അമ്മയുമായും ഒക്കെ തർക്കങ്ങളൊക്കെ വരിക. അതിനാൽ താനും അതിൻ്റെ ഇടയിലൊക്കെ അങ്ങ് പെട്ടുപോവുക തുടങ്ങിയ ബുദ്ധിമുട്ടുകളൊക്കെ ഈ വാരക്കാലം ഇടവൻ രാശിക്കാർ പ്രതീക്ഷിക്കണം. കർമ്മമേഖലയിൽ ശത്രുക്കളെ എന്തായാലും ശ്രദ്ധിക്കണം. പലപ്പോഴും നിസ്സാരമായ കാര്യങ്ങൾക്ക് സഹോദരങ്ങൾ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാക്കുന്ന സമയമാണ്. പലപ്പോഴും തൻ്റെ വാശി ജയിക്കാൻ വേണ്ടി താൻ ചെയ്യുന്ന കർമ്മങ്ങൾ തനിക്ക് വിപരീതമായി വരും. 9-ാം ഭാവത്തിൽ ചൊവ്വയാണ്. ധർമ്മേഘവാൻ, താൻ അങ്ങേയറ്റം പാപവാസന പുലർത്തുമെന്നാണ്. ഭൂമിപരമായ വിവാദങ്ങൾ സഹോദരങ്ങളോടുകൂടി ഉണ്ടാകും. 9-ൽ നിൽക്കുന്ന ചൊവ്വ സഹോദരങ്ങൾക്ക് നല്ലതല്ല. ഇവിടെ സഹോദരപതിയായ ചന്ദ്രൻ 12 നിൽക്കുന്നു. അതിനാൽ സഹോദരങ്ങൾക്ക് അപകടങ്ങളോ വാഹനാപകടങ്ങളോ ഉണ്ടാകുന്ന വാരമാണ്. അവരെപ്പറ്റി ദുഃഖിക്കേണ്ടി വരും. അല്ലെങ്കിൽ സഹോദരിയുടെ ഭർത്താവിന് ബുദ്ധിമുട്ടുകൾ വരും. ഇവിടെ സഹോദര വിഷയത്തിൽ കൂടുതൽ ജാഗ്രത പുലർത്തണം ഈ വാരം. കർമ്മമേഖലയിൽ തടസ്സങ്ങളൊന്നുമില്ല. പേരുദോഷം വരാൻ നോക്കുക. തൻ്റെ പ്രിയപ്പെട്ട കർമ്മത്തിലുള്ള സഹായികളായിരിക്കും തനിക്ക് പാരകളാകുന്നത്. അതിനാൽ അത്യാവശ്യം കൈക്കൂലി വാങ്ങുന്ന ഉദ്യോഗസ്ഥന്മാരൊക്കെ ശ്രദ്ധിക്കണം. തങ്ങളെ കൂടെയുള്ളവർ തന്നെ ഒറ്റുക, ചതിക്കുക മുതലായ കലാപരിപാടികളിൽ ഏർപ്പെടും. അങ്ങനെ കർമ്മതടസ്സം വരുമെന്ന് അറിയുക. ശത്രുദോഷം നിർബന്ധമായും മാറ്റണം. അതിനാൽ വെള്ളിയാഴ്ച അല്ലെങ്കിൽ ചൊവ്വാഴ്ച ശത്രുസംഹാര കുരുതി ചെയ്യുക. മുട്ടറക്കുക നാളികേരം കൊണ്ട്. അങ്ങനെ ദോഷങ്ങൾ തീർക്കുക. നന്ദി, നമസ്തേ.